പാഠം 1. അല്ലാഹു മൗജൂദുൻ. അല്ലാഹു ഉണ്ട്. നമുക്ക് അല്ലാഹു ഉണ്ട് നമുക്കറിയാം. സർവലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് അല്ലാഹു. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. സർവലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് ആര്? അല്ലാഹു. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അല്ലാഹു എന്നെന്നും ഉള്ളവനാണ്. അവന്റെ തുടക്കവും അവസാനവും ഇല്ല. അവനെ പോലെ ആരുമില്ല. അവന് തുല്യമായ ഒരു വസ്തുവും ഇല്ല. അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. ഇവയെല്ലാം അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളിൽ പെട്ടതാകുന്നു. അവ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അള്ളാഹു തആലയുടെ വാജിബായ സിഫത്തുകളിൽ പെട്ടതാണ് എന്ത്? അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. അവന് തുടക്കവും അവസാനവുമില്ല. അവനെ പോലെ ആരുമില്ല. അവന് തുല്യമായി ഒരു വസ്തുവുമില്ല. അവൻ ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ല എന്നൊക്കെ നമുക്ക് വാജിബായ സിഫത്താണ് അള്ളാഹുവിന്. അപ്പൊ അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എങ്ങനെ? വുജൂദ് ഉള്ളവനായിരിക്കുക. കിദം തുടക്കമില്ലാതിരിക്കുക. കിദം. ബഖാ അന്ത്യമില്ലാതിരിക്കുക. അന്ത്യം ഇല്ലാതിരിക്കൽ. മുഖാലഫത്തുൽ ഹവാദിസ് സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യാസമാകൽ. ഖിയാമും ബിൻ നഫ്സി സ്വയം നിലനിൽക്കൽ. അപ്പൊ ഇവിടെ വാജിബായ 5 സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആലക്ക് വാജിബായ 20 സിഫത്തുകളും മുസ്തഹീലായ 20 സിഫത്തുകളും ഉണ്ട്. അപ്പൊ അത് വാജിബായ സിഫത്തിൽ നിന്ന് 5 എണ്ണാണ്. അപ്പൊ അത് ഓരോ പാഠത്തിലും കുറേശ്ശായിട്ട് തരുന്നത് അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കി അതും അർത്ഥവും എന്തായാലും പഠിക്കുക. അർത്ഥം എഴുതാൻ വരും. വുജൂദ് നമുക്ക് ഓപ്ഷനിൽ തരും. അന്ത്യം ഇല്ലാതിരിക്കുക, തുടക്കം ഇല്ലാതിരിക്കുക, ഉള്ളവനായിരിക്കുക. നമുക്ക് തെരഞ്ഞെടുത്ത് എഴുതാൻ കഴിയണം. വുജൂദ് ഉള്ളവനായിരിക്കൽ. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. കിദം തുടക്കമില്ലാതിരിക്കൽ. ബഖാഅ് അന്ത്യമില്ലാതിരിക്കൽ. മുഖാലഫത്തുൽ ഹവാദിസ് സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യാസമാക്കൽ. ഖിയാമും ബിൻ നഫ്സി സ്വയം നിലനിൽക്കൽ. അപ്പൊ അല്ലാഹു തആലക്ക് വാജിബായ സിഫത്ത് ഉണ്ടാവൽ നിർബന്ധമാണ്. സ്വയം നിൽക്കാൻ കഴിയണം. സൃഷ്ടികളോട് എല്ലാ നിലയും വ്യത്യാസപ്പെടണം. അന്ത്യം ഇല്ലാതിരിക്കണം. തുടക്കം ഇല്ലാതിരിക്കണം. ഉള്ളവനായിരിക്കണം. അപ്പൊ അത് മനസ്സിലാക്കാം. പിന്നെന്താ ഇവിടെ പറയുന്നത്? അല്ലാഹുവിന് 20 വാജിബായ സിഫത്തുകളും 20 മുസ്തഹീലായ സിഫത്തുകളും ഒരു ജായിസായ സിഫത്തും ഉണ്ട്. വാജിബായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ അനിവാര്യമായത്. മുസ്തഹീലായ സിഫത്ത് എന്ന് പറഞ്ഞാല് ഉണ്ടാവാൻ പാടില്ലാത്തത്. ഉണ്ടാവാൻ പാടില്ലാത്തതാണ് മുസ്തഹീലായത്. ജായിസായ ഒരു സിഫത്തുമാണ്. വാജിബ് 20, മുസ്തഹീൽ 20, ജായിസായ ഒരു സിഫത്തുമാണ് അല്ലാഹു തആലക്ക്. അല്ലാഹു തആലക്ക് എത്ര സിഫത്തുകളുണ്ട്? മൊത്തം 41 സിഫത്തുകള്. 20ഉം 20ഉം 40 ഒരു ജായിസായതും 41 സിഫത്തുകളുണ്ട്. ഏതൊക്കെയാണ്? വാജിബായത് 20, മുസ്തഹീലായത് 20, ജായിസായ ഒരു സിഫത്തും. അല്ലാഹുവിന് ജായിസായ ഡേഷ് സിഫത്തുകളുണ്ട്. വിട്ട പാമ്പ് ഒരിപ്പിക്കാൻ വന്ന് നമുക്ക് എഴുതാൻ കഴിയണം. എത്രയാണ്? ഒരു സിഫത്തുകളാണ്. ജായിസായ ഒരു സിഫത്താണുള്ളത്. അല്ലാഹുവിന് ഡേഷ് വാജിബായ സിഫത്ത് ഉണ്ട് 20. അതുപോലെ മുസ്തഹീലും മനസ്സിലാക്കി പഠിക്കുക.
അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായ സിഫത്താണ് ഏത്? ചോദ്യം വന്നാലാ വാജിബായ സിഫത്ത്. അതുപോലെ ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്താണ് ഏത്? മുസ്തഹീലായ സിഫത്ത്. അങ്ങനെ ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഒരു സിഫത്താണുള്ളത് ഏത്? അള്ളാഹുവിന് ഒരു സിഫത്തുള്ളൂ. ഏതാണ്? ജായിസായത്. തദ്രിബാത്തിൽ എന്താ വരുന്നത്? ഉത്തരം എഴുതാം. അള്ളാഹുവിന്റെ 5 വിശേഷണങ്ങൾ എഴുതാന്. അള്ളാഹുവിന്റെ 5 വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പറഞ്ഞ നമ്മള് അള്ളാഹു എന്തെന്നും ഉള്ളവനാണ്, അവന് തുടക്കവും അവസാനവും ഇല്ല, അവനെ പോലെ ആരുമില്ല, അവന് തുല്യമായ ഒരു വസ്തുവുമില്ല, അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല, അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. അപ്പൊ 5 എഴുതണം. അപ്പൊ അവിടേക്ക് 5 വിശേഷണങ്ങൾ ഇവിടുന്ന് നോക്കി തെറ്റില്ലാതെ എഴുതുക. അപ്പൊ എക്സാമിന് വരും അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണെന്ന് വന്നിട്ട് ഇവിടെ ഓപ്ഷനിൽ ഉണ്ടാവും എന്ത്? അവനെ പോലെ ആരുമില്ല. അപ്പൊ നമുക്ക് അതിന്റെ നേരെ കഥ എഴുതണം. അള്ളാഹുവിന്റെ വിശേഷണമാണ് ഈ പറഞ്ഞത്. അപ്പൊ അത് മനസ്സിലാക്കുക. ഓപ്ഷൻ മാറി പലതും തരാം. ഈ 5 നിന്ന് ഏതും തരാം. അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്ത യോജിച്ചത് എടുത്തെഴുതണം. എന്താണ്? വുജൂദ്, കിദം, ബഖാ, മുഹാലഫത്തുൽ ലിൽ ഹവാദിസി, ഖിയാമുൻ ബിന്നഫ്സി. ഇവിടെ അർത്ഥം തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അറബിയാണ് നമ്മൾ ഇവിടേക്ക് എഴുതേണ്ടത്. തുടക്കമില്ലാതിരിക്കുക. എന്തായിരുന്നു? തുടക്കമില്ലാതിരിക്കുക. കിദം. ഒന്നാമത്തെ കിദം. ഉള്ളവനായിരിക്കുക. വുജൂദ്. 2 വുജൂദ്. സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ, വ്യത്യാസപ്പെടൽ. അതന്നെയാണ് എതിരാവൽ എന്ന് പറയുന്നത്. സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ. ഏതായിരുന്നു? മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. 3 അന്ത്യമില്ലാതിരിക്കുക. അന്ത്യമില്ലാതിരിക്കുക. ബഖാൽ. 4 ഖിയാമുൻ ബിന്നഫ്സി. സ്വയം നിലനിൽക്കാൻ. 5. അപ്പോ ഇത് തന്നിട്ട് ഇത് ഇതുപോലെ മേലെ തരും. അറബി ഇവിടെ തരും. എന്നിട്ട് ഇതിന്റെ അർത്ഥങ്ങള് ഇവിടെ യോജിച്ചത് നമ്മൾ ഇതുപോലെ തെരഞ്ഞെടുത്ത് എഴുതാൻ വരും. അപ്പൊ ഇത് രണ്ടും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഉജൂദ് ഉള്ളവനായിരിക്കുക, കിദം തുടക്കമില്ലാതിരിക്കുക. അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞ് മനഃപ്പാഠമാക്കി പഠിക്കുക. ഇനി എന്താണ്? എണ്ണം എഴുതാം. വാജിബായ സിഫത്തുകൾ എത്രയാണ്? 20. മുസ്തഹീലായ സിഫത്തുകൾ എത്ര? 20. ജായിസായ സിഫത്ത് എത്ര? 1. ജായിസായ ഒരു സിഫത്ത്. വാജിബായത് 20, മുസ്തഹീലായത് 20, ജായിസായത് 1. അല്ലാഹു തആലക്ക് എത്ര സിഫത്തുകളുണ്ട്? അങ്ങനെ ചോദ്യം വന്നാലോ? അപ്പൊ ഇത് മുഴുവനും ആഡ് ചെയ്തിട്ട് 41 സിഫത്തുകളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുക. അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്താണ് ഏത്? ഏതാണ്? മുസ്തഹീലായ സിഫത്ത്. അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായ സിഫത്താണ് വാജിബായ സിഫത്ത്. മനസ്സിലാക്കി പഠിക്കുക. ഉണ്ടാവാൻ പാടില്ലാത്തത് മുസ്തഹീലായതും ഉണ്ടാവൽ അനിവാര്യമായതും വാജിബായ സിഫത്തും. അപ്പൊ അത് ഇതിന്റെ കൂടെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് ഈ പാഠഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.